ഇന്ന് നമ്മൾ രണ്ടുപേരും ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയപ്പോൾ തന്നെ ഒരു 5-5:30 മണിയൊക്കെ ആയി. അപ്പം വീട്ടിലേക്ക് ഫുഡ് കഴിക്കാനായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. സോ നമ്മൾ ഇവിടെ അടുത്തൊരു കെയർ ഫോർ ഉണ്ട്, നമുക്ക് അവിടെ പോയി കുറച്ച് സാധനം വാങ്ങാനായിട്ടുള്ള പോക്കാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിച്ചിലും ഒരു എന്താ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ പുറത്തിറങ്ങുമ്പോൾ. രാത്രി വരെ ഇന്നലെയൊക്കെ ഞാൻ ഒരു രാത്രി 11-11:30 ആയപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല ഗായ്സ്. പിന്നെ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം, ജുമേറയിലാണ്. ജുമേറ ഫസ്റ്റ് സംസം മന്തിയുടെ ബേക്ക് സൈഡിലായിട്ടാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ കുറച്ച് ട്രാഫിക്കൊക്കെ ആയി തുടങ്ങി. നല്ല ട്രാഫിക്കാണ് ഇപ്പോൾ. അത് മാത്രമല്ല, ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് വന്നതല്ലേ, അപ്പം എനിക്കൊന്ന് കെയർ ഫോർ ഒക്കെ ഒന്ന് കാണണം. പിന്നെ അത് മാത്രമല്ല, വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ ഒന്ന് പോകണം. ഇന്ന് നമ്മൾ മറ്റേ ഫിഷ് മാർക്കറ്റിൽ പോകണുണ്ട്, ദേര ഫിഷ് മാർക്കറ്റിൽ. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടെ നമ്മൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ നാട്ടിലേക്ക് ഇവൻ എന്തായാലും ഒരാഴ്ച കഴിയുമ്പോൾ നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രയർ വീട്ടിൽ അച്ഛൻ എയർ ഫ്രയർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ പോയി ഒന്ന് നോക്കി നല്ല വിലക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങാം. ബാക്കിൽ ഒരാളിവിടെ ഇരിപ്പുണ്ട്, ഒരു ഹിഡൻ ജെം. ഇതാണ് എൻ്റെ ഹിഡൻ ജെം. ഒന്നുകൂടെ ഹായ് കൊടുത്തേ. 2 ഹായ് 3 ഹായ്. ഒന്നല്ല, ഞാൻ മറ്റേ ഇൻസ്റ്റയിൽ എൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് ഗൈസ്, 1 അല്ല 2 അല്ല 3 അല്ല, അതുപോലെയാണ് 2 ഹായ് പറഞ്ഞു. പിന്നെ അപ്പം ക്യാരിഫോർ എന്നേ വരത്തോളൂ. പിന്നെ ഗൈസ്, ഇന്ന് ഞാൻ ഭയങ്കര ഡെസ്പാണ്. കാര്യം എൻ്റെ കല്യാണം നടന്നില്ല ഗൈസ്. കല്യാണം നടക്കാൻ ആലോചന ചീറ്റിപ്പോയി ഗൈസ്. ഉണ്ണിയുടെ ആലോചന ഇന്ന് ചീറ്റിപ്പോയൊന്നുമില്ല. ഇതൊക്കെ അവ എത്ര കണ്ടേക്കുന്നേ, എത്ര തേപ്പുകൾ. നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ഇന്ന് ഡെസ്പാണ് ഗൈസ്. കല്യാണാലോചന തേഞ്ഞ് ഉണ്ണിക്ക് ഇന്ന് അത്യാവശ്യം 6 അടി പൊക്കം, ചതയ നക്ഷത്രം, സൽസ്വഭാവി, സൽഗുണ, നല്ല ബിസിനസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അനുയോജ്യമായിട്ടുള്ള വീടുകളിൽ നിന്നിട്ട് ആലോചനകൾ ക്ഷണിക്കുന്നു. പിന്നെ അത്യാവശ്യം ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരിക്കണം. കാര്യം ഇവനും അങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലാണ്. സോ ഇവൻ ചിലപ്പം 5 ദിവസം ദുബൈയിലാണ്, കുറച്ച് പൊങ്ങച്ചാവാം. 5 ദിവസം ദുബൈയിലാണെങ്കിൽ പിന്നത്തെ 10 ദിവസം ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇനിയിപ്പം ഞാൻ വിചാരിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ അനുയോജ്യമായ ആലോചനകൾ രക്ഷകർത്താക്കളിൽ നിന്ന് ക്ഷണിക്കുന്നു. ഡയറക്റ്റ് രക്ഷകർത്താക്കൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളല്ല എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോ ഇവന് കുറച്ച് മുന്നേക്കെ ആലോചനയൊക്കെ വന്ന സമയത്ത് അവനായിട്ട് കുറച്ച് മാറി നിൽക്കുക. നല്ലൊരു മരുമോനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കം വിത്ത് മീ. അല്ലേ, യു ക്യാൻ കോണ്ടാക്ട്. Sorry, come with me. You don't know English. Yeah, I am very Get out of. I am very English. Very English. Only is English. I know. You know nothing is there. നമ്മള് പിന്നെ ഇതെല്ലാം പറഞ്ഞത് നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഇതിൽ പിന്നെ എഡിറ്റിങ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് കുറച്ചു നേരം സമയം പോകണതോ ചിരിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ചിരിക്കാൻ നമ്മളോട് കൂടു ഗൈസ്. നമ്മളോട് കൂടി നിങ്ങളും വ്ളോഗ്, നമ്മളെ കണ്ണിൽ കൂടെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ്. അല്ല, നമ്മുടെ കണ്ണിൽ കൂടെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഗൈസ്. മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറഞ്ഞ കണക്ക് നമ്മൾ വലുതായിട്ട് ആഗ്രഹിക്കണമെങ്കിൽ വലിയ ആംബിയൻസുകളിലേക്ക് പോകണം. എവിടെ തിരിഞ്ഞു നോക്കി കഴിഞ്ഞാലും ബുർജ് ഖലീഫയാണ്. ഞാൻ 10 തവണ ബുർജ് ഖലീഫയുണ്ട്. അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങൾ ഗൈസ്, ഫുൾ ഓഫ് കെട്ടിടങ്ങൾ. ഇവിടെ ഫുള്ളൊരു വൈബാണ്. ദുബൈ എന്ന് പറഞ്ഞാൽ വേറൊരു സംഭവമാണ്. നമ്മളൊരു പൊങ്ങച്ചത്തിന്റെ പേര് പറയണം നിങ്ങളാരും വിചാരിക്കില്ല. അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് ദുബൈ ആണ് ഗൈസ്. എനിക്ക് ഇപ്പൊ ഇവൻ ദുബൈയിലെ ഒരു ഷേക്ക്, ഞാൻ 2ാമത്തെ ഷേക്ക്, അതായത് മൂന്നാമത്തെ ഷേക്ക് കുട്ടി. അങ്ങനെയല്ല, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് എനിക്ക് 5-6 കൊല്ലമായി. പക്ഷെ എനിക്ക്
അബുദാബിയിലൊക്കെ എൻ്റെ ഫ്രണ്ടൊക്കെ വിചാരിച്ചിട്ട് 1-2 ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്ന സമയത്ത് എനിക്ക് എന്തോ ഇവിടെ നിന്ന് വിടാൻ പറ്റുന്നില്ല. മറ്റേ ഈ SJP പറയുന്ന മറ്റേ സന്തോഷ് ജോർജ് സാറ് പറയുന്ന കണക്ക് നമുക്ക് ഇവിടെ കിടന്ന് വരവാൻ പറ്റുന്നൊരു സാധനമില്ലേ, അതെനിക്ക് വേറൊരു എമിറേറ്റിലും അങ്ങോട്ട്. അത് സത്യമാണ് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബൈ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുന്നത്, അതായത് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ സമയം പോകണ പോലും അറിയില്ല. അതെ ഇപ്പൊ തന്നെ നമ്മൾ ഇറങ്ങിയിട്ട് 5 മിനിറ്റായി, നമ്മൾ പോയത് പോലും അറിഞ്ഞില്ല. പക്ഷെ കുറച്ച് ബ്ലോക്കിൽ കിടക്കണം, അതപ്പോ നമ്മള് മാനസികമായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. എന്നാലും നമ്മള് ഈ വീഡിയോയിലൊന്നും നമ്മളൊന്നും എഡിറ്റ് ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കും. ഇതെല്ലാം നോൺ എഡിറ്റഡ് വീഡിയോ ആയിരിക്കും. കാര്യം നമ്മൾ ജസ്റ്റ് വീഡിയോ എടുക്കുക, നമ്മൾ ഇതിനകത്ത് നമ്മളെ തല വാല് ഇതൊക്കെ കണ്ടില്ലെങ്കിലും നിങ്ങൾ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ഫുള്ള് ആ ഒരു വൈബാണ് ഗൈസ്. നമ്മള് വൈബ് എന്ന് പറഞ്ഞാൽ ഞാനും ഇവന് ബാക്കിയിരിക്കുന്ന ഇവരെല്ലാം ഫുള്ളങ്ങ് വൈബാ. വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റൂല, ഫുള്ള് വൈബാ. നമ്മൾ എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വേറൊരു സംഭവം. അപ്പൊ ഗൈസ് ഇന്നത്തെ ദുബായ് വ്ലോഗ് ഇവിടെ തീരുവാണ്. ഇല്ല ഗൈസ്, മറ്റേ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് കാണിക്കാന്ന് പറഞ്ഞായിരുന്നു. അതെന്തായാലും ഇപ്പൊ നമ്മള് ഓഫ് ചെയ്യും, എഡിറ്റ് ചെയ്യും. നിങ്ങളെ പറ്റിക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം വാച്ച് ചെയ്യും അതാണ് നമ്മുടെ വാച്ച് അവർ കൂടും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ വാച്ച് ചെയ്തോ. ഇല്ല ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഡെയിലി വ്ലോഗ്സ് ഒരു 100 ദിവസം ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. യൂട്യൂബിൽ നമ്മൾ ഇങ്ങനെ ഇടുകയാണ്. 100 ദിവസം ഇട്ടില്ലെങ്കിൽ വല്ലതും സംഭവിക്കും. 100 ദിവസം ഇട്ട് നോക്കാം. കാര്യം പണ്ട് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഫോൺ എടുത്തിട്ട് വേണം, കനം കുറയ്ക്കണം, മുടി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അങ്ങനെ കഴിഞ്ഞിട്ട് വ്ലോഗ് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. കാര്യം ഇന്ന് എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. കാര്യം ഇവൻ്റെ മുന്നേ വ്ലോഗ് തുടങ്ങുന്ന ആളാണ് ഞാൻ. കാര്യം ഇന്ന് എനിക്കും ചില സമയങ്ങളിൽ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറവുള്ള സാധനമാണ് ഈ മുടി കുറവുള്ളത്. മുടി കുറവുള്ള എല്ലാ ആണുങ്ങൾക്കും ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യും. അതുപോലെ ഇവൻ തന്നെ എന്നെ ബോഡി ഷേമിങ് ചെയ്യാറുണ്ട്. ഇവൻ എന്നെയും ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊക്കെ ഞാൻ കനത്താണ് ഇരിക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇവ എന്നെ ഗൈസ് നമ്മൾ മറ്റേ പൈസ ഉള്ളതുകൊണ്ടാണ് കഴിക്കുന്നതുകൊണ്ടാണ് തടിക്കുന്നത്. അതൊന്നും ഇവനൊന്നും അറിയില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. 2 തരം ആൾക്കാരുണ്ട്. അതായത് കനം കൂടി പോയി കഴിഞ്ഞാൽ അയ്യോ കൂടിയാന്ന് ചോദിക്കും, മെലിഞ്ഞിരിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖമാണെന്ന് ചോദിക്കും. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ക്യാമറ എത്തിങ്ങോട്ട് വയ്ക്കോ. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഞാൻ ശരിക്കും ഒരു 98 കിലോ അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് നോർമൽ വെയിറ്റ്. അങ്ങനെ കഴിഞ്ഞ ഈ ന്യൂ ഇയർ സമയത്ത് ഞാനൊരു ഇതെടുത്ത് ഡയറ്റ് എടുത്ത് കുറച്ച് നാൾ എന്തായാലും ഡയറ്റ് കൊണ്ടുപോകാന്നും പറഞ്ഞിട്ട് 2 വഴി തെറ്റിയോ ഇല്ലടേ നേരെയാണ്. അതായത് കുറച്ച് നാള് കൊണ്ടുപോയിട്ട് ഡയറ്റ് കൊണ്ടുപോയി കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ ഡയറ്റ്, ഇവനായിരുന്നു ഡയറ്റൊക്കെ എഴുതി തന്നത്, കറക്റ്റ് കൊണ്ടുപോയി എനിക്ക് 99 അന്ന് ഇത്തിരി കാലം കൂടുതലാണ്, 99.6 അങ്ങോട്ടായിരുന്നു നോർമലി ഉള്ള എൻ്റെ വെയിറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഈ ഡയറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ ഡയറ്റ് എടുത്ത് തുടങ്ങി വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടപ്പനെന്ന് പറഞ്ഞ് ഇത് കുറയും, വെയിറ്റ് കുറയും. വഴി ഇതിനിടയ്ക്ക് കരാമയല്ലേ പോണത്. സോറി ഗായ്സ്, ഇനി നമ്മളെ വഴി എന്തായാലും തെറ്റി, കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് വരാം. അങ്ങനെ പെട്ടെന്ന് ഞാൻ കനം കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനൊരു 8 കിലോളം പെട്ടെന്ന് കുറഞ്ഞു 2 മാസം കൊണ്ട്. പെട്ടെന്നല്ല 2 മാസം കൊണ്ട് കുറഞ്ഞു. അന്ന് ഞാൻ നാട്ടിൽ ആ യുദ്ധം തുടങ്ങുന്ന സമയം അതാണ്. നാട്ടിൽ പോയ സമയത്ത് എൻ്റെ പൊന്നെ എല്ലാവരും എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാവോ, മക്കളെ നിനക്ക് ഷുഗർ, മക്കളെ നിനക്കൊല്ല ഷുഗർ അങ്ങനെ വന്നടാ, എൻ്റെ പൊന്നു മോനെ നിനക്ക് ഷുഗർ വന്ന് അതാണ് ഇതാണെന്നും പറഞ്ഞിട്ട്. കാര്യം അച്ഛനും അമ്മയ്ക്കൊക്കെ ഷുഗർ ഉണ്ട്. സോ എല്ലാവരും ഇതായിട്ട്. അത് കഴിഞ്ഞ് അതിന് മുന്നേ ഞാൻ ഒക്ടോബർ ചെന്ന സമയത്ത് ഒരു മിനിറ്റ് അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ കാണുന്നുണ്ടോ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ? അതാണ് മാക്സ് മെട്രോ സ്റ്റേഷൻ അടുക്കളുള്ള ഒരു അവിടെ ഒരു ഇതുണ്ട് മെട്രോ സ്റ്റേഷൻ. ഇങ്ങനെ വെച്ച് കാണിച്ചു എന്നാലേ കാണാൻ പറ്റും. എല്ലാവർക്കും അറിയാം, നമ്മളങ്ങനെ കാണിച്ചിട്ടൊന്നും വേണ്ട നിങ്ങൾ കാണാൻ. ഇത് എക്സ്ക്ലൂസീവ്ലി നാട്ടിലുള്ള ആൾക്കാരെ കാണാൻ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ടുള്ളത്. പിന്നെ നേരത്തെ നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പറയണം. മറ്റേ SJP സാർ പറയുന്ന കണക്ക് നമ്മൾ എവിടെ തൊട്ടെങ്കിലേ നമ്മളെ വീട്ടിൽ നിന്ന് മാറി, നമ്മളെ വീട് എപ്പോഴും നമ്മളെ കംഫർട്ട് സോണാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും മാറി നിന്ന് നോക്കിക്കോ, നമ്മൾ ലൈഫിൽ കുറച്ചുകൂടെ ഗ്രാഫ്, വീട്ടിൽ നിന്ന ഗ്രാഫ് ഉണ്ടാവില്ലെന്നല്ല, വേറെ എവിടെയെങ്കിലും മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രാഫ് ഉണ്ടാവാനായിട്ട് ചാൻസസ് ഈസ് വെരി വെരി ഹൈ. അതുകൊണ്ട് വീടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, കടോ എടുത്തിട്ടായാലും വെളിയിലോട്ട് പോവുക, ആൾക്കാർ വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോട്ടെ. ലോൺ എടുത്തിട്ടൊക്കെ
ഗൈസ് ലോൺ എടുക്കാനൊക്കെ ഇവൻ പറയും, അത് മോട്ടിവേഷന്റെ ഭാഗമാണ്. അല്ല, ലോൺ എടുത്തതിന്റെ കൂട്ടത്തിൽ ഞാൻ വേറെ കാര്യം കൂടെ പറഞ്ഞായിരുന്നു, ആൾക്കാർ വന്ന് ജപ്തി ചെയ്തോണ്ട് പോട്ടെ. ലോൺ എടുത്തിട്ടൊന്നും കറങ്ങാൻ നമ്മൾ ലോൺ കിട്ടും പറയുന്നവരൊക്കെ പറയാം, 5 രൂപ വെച്ചിട്ട് നമ്മൾ കുന്നുകൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 രാജ്യം കാണാം. ഇതൊക്കെ നമ്മൾ പ്രായോഗികമായിട്ട് ഇല്ല. നമ്മൾ എന്തെങ്കിലും ചെറിയ രീതിയിൽ സേവ് ചെയ്യുക, പകുതി പൈസ സേവ് ചെയ്യുക, ബാക്കി പൈസ കടം ഇട്ടിട്ടായാലും പോയിട്ട് വന്നിട്ട് അടച്ചെടുക്കുക. അങ്ങനെയെങ്കിലും ചെയ്യാം. അല്ല ചുമ്മാ ലോൺ വെച്ചിട്ട് രാജ്യം ഫുള്ള് കറങ്ങാൻ തോന്നി അതൊന്നും ലോൺ എടുക്കുക, അടയ്ക്കുക, വീണ്ടും ലോൺ എടുക്കുക, അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ളതല്ലെന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ മോട്ടിവേഷൻ തരും. അത് മോട്ടിവേഷൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ള കാര്യം. പണ്ടത്തെ മോട്ടിവേഷൻ സ്പീക്കറാണ്. നമ്മളെ നാട്ടിലെ വായനശാലയിലൊക്കെ ചെറുക്കനാണ്, സെറ്റാണ്, കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ അവന് ആ ഒരു രീതിയാണ്. ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യത്തില്ല. ഇത് കട്ട് ചെയ്യാത്തൊരു വീഡിയോ. ഈ വീഡിയോ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാണ് ഗൈസ്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതിന് എത്ര മിനിറ്റ് ആയെന്ന് പോലും അറിയത്തില്ല. ഡയറക്റ്റ് നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടും. ചിലപ്പോൾ ഇതാണെങ്കിൽ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇങ്ങനെ ഓരോ വീഡിയോസ് വരും. വേണമെന്നവരെല്ലാം അടിയിൽ പോയിട്ട് കമന്റ് ചെയ്തോ ഈ വീഡിയോ വേണോ വേണ്ടെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്, എനിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്, ഹേ സജി എന്നാണ് അതിന്റെ പേര്. സോ എല്ലാവരും ഇൻസ്റ്റാഗ്രാമുള്ളവരെല്ലാവരും അതിൽ കയറി നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം നോക്കുക. നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതിൽ കംപ്ലീറ്റ് ചലഞ്ച് വീഡിയോസ് ആണ്. ജസ്റ്റ് ഒരു പൈസയുടെ ചിലവില്ലാത്ത കാര്യമാണ്. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടാനും വിൻ ചെയ്യാനായിട്ടൊക്കെ ഉള്ള സാധ്യതകളുണ്ടാവും. സോ അതും കൂടെ എല്ലാവരും ഒന്ന് റീച്ച് ഔട്ട് ചെയ്യുക. ജീവിതത്തിലെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താന്നേ ഞാൻ പറയും. കാര്യം ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് നമുക്ക് സാധ്യതകൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്ത് സാധ്യതകളായാലും അത് മാക്സിമം ഉപയോഗപ്പെടുത്താം. വീണ്ടും ഒരു മോട്ടിവേഷന്. ഇനി മോട്ടിവേഷൻ വേണമെന്നുണ്ടെങ്കിൽ പൈസ തരേണ്ടി വരും. വീണ്ടും മോട്ടിവേഷൻ ആണ് ഗൈസ്. ഇനി ഒരുപാട് നേരം നമ്മളിന്ന് സംസാരിക്കുന്നില്ല. കാര്യം ഇപ്പം തന്നെ ഏകദേശം 8 കിലോമീറ്ററോളം ഞാൻ കറങ്ങി. ഓക്കെ, നമ്മളെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ നേരെ പോയിട്ട് കമന്റ് ചെയ്യുക. ഇതിനകത്ത് വേറെ വല്ല മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ മണ്ടയിൽ തൂങ്ങി കിടക്കുന്ന മണിയിൽ ഒരു അടി അടിക്കണം ഗൈസ്. അത് മസ്റ്റാണ്. മണിയിൽ കണ്ട മണിയിലൊരു അടി, 2 അടി. അപ്പൊ സിജിക്ക് വല്ലതും പറയണ്ട. സിജി ഒന്നും പറയാനില്ല. സിജിയൊക്കെ അങ്ങനെയാണ്. വീണ്ടും സന്ധിക്കതർ വരക്കും വണക്കം. നമ്മളിനിയിപ്പോ വല്ല വിജയിനെ പോലെയാണോ ആയാല? അങ്ങനെയൊന്നും ആവത്തില്ല. ഇലക്ഷനാണ് നിന്നിട്ട് ഞാൻ വല്ല മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലേ, നമ്മളെ ജെൻസി പിള്ളേരെയൊക്കെ ഉണ്ടല്ലേ, ഞാൻ ഫുൾ അങ്ങോട്ട് ഒരു ജെൻസി സ്കൂൾ തന്നെ ആരംഭിക്കും. ഞാൻ ഫുൾ ഫ്രീഡം. ഞാൻ തുടങ്ങാൻ ഞാനങ്ങനെ അതാ മുഖ്യമന്ത്രി വിദ്യാഭ്യാസം. ഞാൻ ഈ പഠിത്തം നമ്മളവിടെ എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അക്കാഡമിക് ആയിട്ട് കൂടുതൽ പഠിക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെയല്ലാതെ കുറെ കൂടെയൊക്കെ നമ്മൾ ആഗ്രഹിച്ച കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ച ഒരു സ്കൂളുണ്ട്. ഞാൻ മുഖ്യമന്ത്രി ഒരു 5 പീരീഡ് ഉണ്ടെങ്കിൽ ഒരു 3 പീരീഡ് PT അല്ലെങ്കിൽ PTയും എടുക്കാൻ പറ്റൂല. മാത്സ് ടീച്ചർ അപ്പോഴേ വരും. സോ അല്ല, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു PT ഉണ്ടായിരുന്നു. ആ സമയത്ത് മാത്സ് ടീച്ചർ വരുമായിരുന്നു. എന്റെ ഒരു മിസ് ഉണ്ടായിരുന്നു. മിസ്സിന്റെ പേര് ശുഭാമിസ് എന്ന് പറയുന്ന ഒരു മിസ് ഉണ്ടായിരുന്നു. എന്റെ പൊന്നെ, ഒരു രീതിയിൽ നമ്മളെ വെറുതെ ഒന്ന് കളിക്കാൻ വിടാൻ സമ്മതിക്കാത്ത ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഞാൻ ഇപ്പൊ സ്മരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്ത ആകെ വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡാണ്. എന്നിട്ട് രാവിലെ നേരത്തെ വിളിച്ചു വരുത്തി ക്ലാസ് എടുക്കുമായിരുന്നു. എന്നിട്ട് അത് കൂടാതെ PT ക്ലാസ് വരെ മാറ്റി. അതായിരുന്നു അതൊക്കെ ഒരു കാലം. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ വല്ല കഥകളും വേണമെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് കമന്റ് ചെയ്തോ. അങ്ങനെ വല്ല കഥകളും ഉണ്ടെങ്കിൽ ഒരുപാട് കഥകൾ നമുക്ക് പറയാനുണ്ട്. ഓരോരുത്തരും കഥകളുണ്ട്. ഈ ടീച്ചർ സാറന്മാരെ കഥകളൊക്കെ എന്റെ കുറെ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണേ. ഒരു 4-5 കഥ അല്ല വെറൈറ്റി സാധനം കിടപ്പുണ്ട്. സെറ്റ് സാധനമാണ് അത്. അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാ, നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ വീണ്ടും സന്ധിക്കാതെ വരയ്ക്കും. വീണ്ടും വണക്കം 3 പ്രാവശ്യം കൊണ്ട് ഇതടിക്കുന്ന ഒരു. ഓക്കെ, ബൈ ഗൈസ്.